വലിയൊരു പ്രതിസന്ധിയിലാണ് അമേരിക്ക. ഇസ്രയേലിനെ തള്ളാനും കൊള്ളാനും പറ്റാത്ത അവസ്ഥ. ഗാസയിലെ ഇസ്രയേലിൻ്റെ ആക്രമണം പരിധികളെല്ലാം ലംഘിച്ചതോടെ ലോകരാഷ്ട്രങ്ങൾ ഇസ്രയേലിനെതിരായി. മാത്രമല്ല, ഇസ്രയേലിനെ സഹായിക്കുന്ന അമേരിക്കക്കെതിരെയും കുത്തുവാക്കുകൾ വന്നു തുടങ്ങി. പിന്നാലെയാണ് അമേരിക്ക ധർമ്മസങ്കടത്തിലായത്. ഇസ്രയേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതു മുതൽ ഇസ്രയേലിന് പൂർണ്ണ പിന്തുണയുമായി അമേരിക്ക ഒപ്പമുണ്ട്. ആവശ്യത്തിലധികം ആയുധങ്ങളും സൈനിക സഹായങ്ങളും നൽകി ഇസ്രയേലിനെ ഇത്രയും വഷളാക്കിയത് അമേരിക്ക തന്നെയാണ്. എല്ലാവർക്കും അതറിയാം. മുട്ടനാടുകളെ തമ്മിലടിപ്പിച്ച് ചോര കുടിക്കാൻ കാത്തിരിക്കുന്ന കുറുക്കന്റെ സമീപനമാണ് അമേരിക്ക സ്വീകരിച്ചത്. ഇസ്രയേൽ വിഷയത്തിൽ അമേരിക്കൻ ജനതയിൽ നിന്ന് പോലും കടുത്ത പ്രതിഷേധമാണ് ബൈഡൻ ഭരണകൂടം നേരിടുന്നത്. അതോടെ ബൈഡൻ അപകടം മണത്തു. ഈ നിലപാട് തുടർന്നാൽ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന് ഭയന്ന ബൈഡൻ നിലപാട് മാറ്റിയിരിക്കുന്നു. റാഫേൽ ഇസ്രയേൽ സമ്പൂർണ്ണ അധിനിവേശത്തിന് ഉത്തരവിട്ടാൽ ആയുധ കയറ്റുമതി നിർത്തുമെന്നാണ് അമേരിക്കയുടെ മുന്നറിയിപ്പ്. എന്നാൽ വിട്ടുകൊടുക്കാൻ ഇസ്രയേലും തയ്യാറല്ല. അമേരിക്കയുടെ പ്രസ്താവനയോട് രൂക്ഷമായി പ്രതികരിച്ച നെതന്യാഹു ആരുടെയും സഹായമില്ലാതെ തങ്ങൾക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ സാധിക്കുമെന്നാണ് തുറന്നടിച്ചത്. ഇതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിനും വിള്ളലേറ്റിരിക്കുകയാണ്. ആവശ്യമെങ്കിൽ തങ്ങൾ നഖമുപയോഗിച്ച് വരെ പോരാടുമെന്നാണ് നെതന്യാഹുവിന്റെ പ്രതികരണം. റാഫ ആക്രമിച്ച ഷെല്ലുകൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങളുടെ ഇറക്കുമതി തടഞ്ഞുവെക്കുമെന്നാണ് US പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞത്. സിവിലിയൻ മരണത്തെ ഭയന്ന് ബോംബുകളുടെ കയറ്റുമതി US ഇതിനകം താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ട്. 1948 യുദ്ധത്തെ പരാമർശിച്ചാണ് ഇസ്രയേലിന്റെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായ US നിന്നുള്ള മുന്നറിയിപ്പുകൾ നെതന്യാഹു തള്ളിക്കളഞ്ഞത്. 76 വർഷം മുമ്പ് സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്ന പോരാട്ടത്തിൽ ഞങ്ങൾ ചെറിയൊരു വിഭാഗം ജനസംഖ്യയായിരുന്നു. എതിർവശത്ത് അനേകരും. ആയുധങ്ങളില്ലാതെയാണ് ഞങ്ങൾ പോരാടിയത്. ഇസ്രയേലിന്മേൽ ആയുധോപരോധം ഉണ്ടായിരുന്നു. എന്നാൽ ആത്മവീര്യത്തിന്റെയും ഐക്യത്തിന്റെയും പിൻബലത്തിൽ ഞങ്ങൾ വിജയിച്ചു. ബൈഡൻ ആയുധ കയറ്റുമതി നിർത്തിയാൽ ഇസ്രയേലിന് നഖങ്ങൾ തന്നെ ധാരാളമെന്നാണ് നെതന്യാഹുവിന്റെ വാക്കുകൾ. ഇസ്രയേലിന്റെ മുന്നറിയിപ്പ് തള്ളിയ ഇസ്രയേൽ സൈന്യം കഴിഞ്ഞ ദിവസം മുതൽ നിരന്തരം ബോംബാക്രമണങ്ങളും നടത്തുന്നുണ്ട്. കൂടാതെ ഇസ്രയേൽ ടാങ്കുകൾ റാഫയ്ക്ക് സമീപം കൂട്ടത്തോടെ എത്തിയതോടെ 80,000-ലധികം ആളുകൾ റാഫയിൽ നിന്ന് പലായനം ചെയ്തു. UN ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ സാധാരണ ജനങ്ങളെയല്ല, നഗരത്തിൽ അവശേഷിച്ചിരിക്കുന്ന ഹമാസ് ഘടകങ്ങളെ മാത്രമാണ് ലക്ഷ്യമിട്ടിരിക്കുന്നതെന്നാണ് ഇസ്രയേൽ സേന പറയുന്നത്.